നമസ്കാരം. ഖാലിദ് ബക്കർ എഴുതിയ പുസ്തകം ആവാരാഹു, ആ പുസ്തകത്തിൻ്റെ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഈ ചർച്ച ഖാലിദ് ബക്കർ എഴുതിയ പുസ്തകമായതുകൊണ്ട് തന്നെ ഒട്ടും ഔപചാരികമായ തലത്തിലായിരിക്കില്ല ചർച്ച പോകുന്നത് എന്ന് ആദ്യമേ അറിയിച്ചുകൊണ്ടാണ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഖാലിദിനെ ഞങ്ങൾ ഖാലിദ് ഖാൻ എന്നാണ് വിളിക്കാറ്. ഈ പുസ്തകോത്സവത്തിന് വരുന്നതിന് മുമ്പേ വയനാട്ടിൽ WLF എന്ന് പറയുന്നൊരു പുസ്തകോത്സവം ഉണ്ടായിരുന്നു, സാഹിത്യോത്സവം ഉണ്ടായിരുന്നു, വയനാട് ലിറ്റററി ഫെസ്റ്റിവൽ. ആ വയനാട് ലിറ്റററി ഫെസ്റ്റിവലിൽ ഖാലിദിൻ്റെ പുസ്തകവുമായിട്ട് ഖാലിദ് അവിടെ ഉണ്ടായിരുന്നു, ചർച്ചകളുണ്ടായിരുന്നു. അന്ന് ആ പുസ്തകോത്സവത്തിൻ്റെ ഡയറക്ടറായ വിനോദ് കെ ജോസിനെ ഞാൻ പരിചയപ്പെടുത്തിയൊരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഖാലിദിൻ്റെ ഒരു മൈതാനത്തിൻ്റെ തൊട്ടടുത്ത് ഞാനും വിനോദും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖാലിദ് ദൂരേന്ന് വരികയാണ്. ഖാലിദ് ദൂരേന്ന് വന്നിട്ട് ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞു ഇതാണ് വിനോദ് എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചു. ഓക്കെ, കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് വിനോദ് കെ ജോസ് എന്ന് പറഞ്ഞു. ആ സാഹിത്യോത്സവത്തിൻ്റെ ഡയറക്ടറാണ്, കാരവൻ മാസികയുടെയൊക്കെ എഡിറ്ററായിരുന്നു, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ജേർണലിസ്റ്റാണ്. അപ്പം ഖാലിദ് ചോദിച്ചോ നിങ്ങളാണല്ലേ വിനോദ് കെ ജോസ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, ഓ അപ്പോൾ ആളറിയാതാണോ കെട്ടിപ്പിടിച്ചതെന്ന് ചോദിച്ചു. അതിനുശേഷമുള്ള ഒരു ഡയലോഗാണ് ഏറ്റവും പ്രിയപ്പെട്ടതായി എനിക്ക് തോന്നിയത്. അതിങ്ങനെയായിരുന്നു, മനുഷ്യരെ കെട്ടിപ്പിടിക്കേണ്ടതിന് ആളറിയണമെന്നില്ലല്ലോ. ഇതാണ് സത്യത്തിൽ ഖാലിദിസം എന്ന് പറയുന്ന സംഭവം. എഴുത്തിൽ ഇതേ സംഗതി നമുക്ക് ഒട്ടും അതിശയോക്തിയില്ലാത്ത എഴുത്താണ് ഖാലിദിൻ്റെ ആവാരാഹുവിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റും. സിദ്ധാർത്ഥ ശിവയുടെ ആമുഖമാണ് അതിൻ്റെ അകത്തുള്ളത്. സിദ്ധാർത്ഥ ശിവ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പം 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഷാർജ പുസ്തകോത്സവത്തിൽ ഏറ്റവും അധികം ഈ പുസ്തകം വിറ്റഴിഞ്ഞത് ഈ പറയുന്ന ഖാലിദിസം കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല, ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ കൂടുതൽ സംഭാഷണങ്ങളിലേക്ക് തുനിയുന്നില്ല. സിദ്ധാർത്ഥ ശിവ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താനും എന്താണ് ഈ എഴുത്തിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യത്തെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടി സുനിൽ സിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, വരുൺ പറഞ്ഞതുപോലെ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ചിട്ടാണ് ഖാലിദിനെ കാണുന്നതും ഇതേ കെട്ടിപ്പിടുത്തം നടത്തുന്നതും. ഈ നമ്മൾ ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഹൈ ഫ്ലെക്സിബിളിസ കാലത്തിലാണ്, അയഞ്ഞ കാലത്തിലാണ്. അയഞ്ഞ കാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, അത് ഷാർജ ബുക്ക് ഫെയറിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് പിടിയിട്ട് ഞാൻ ഈ പറയുന്നത് എന്തുവാന്ന്. കാരണം അവിടെ ഈ ഓർമ്മ അനുഭവം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് മീൻചന്തയിൽ വിഭവം പോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വരുന്നവരും പോകുന്നവരും എല്ലാം ഈ ഓർമ്മ അനുഭവം എഴുതും. എനിക്കൊന്ന് മലയാളി വായിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ അനുഭവം എന്നൊക്കെ പറയുന്ന സംഗതി ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണയും അതിനുശേഷം വന്ന ബാബു കുഞ്ഞേട്ടത്തിൻ്റെ 70കളുടെ പുസ്തകമൊക്കെയാണ്. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ ഒരുപക്ഷെ അവകാശപ്പെടാവുന്ന ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത് ആവാരാഹുവുമാണ്. അതിനിടയിൽ ഞാൻ ദീപാനിശാന്തിനെയൊക്കെ വായിക്കുന്നുണ്ട്. ദീപാനിശാന്തിനെ വിമർശിക്കാൻ പാടില്ലല്ലോ, വിമർശിച്ചാൽ പിന്നെ നമ്മൾ പലയിടത്തുനിന്നും പുറത്താക്കപ്പെടും. പക്ഷേ വിമർശിക്കാതിരിക്കാൻ തരമില്ല. കിടപ്പറ രഹസ്യവും അടുക്കള രഹസ്യവും ഒക്കെയാണ് അതിനകത്ത് എഴുതുന്നത്. അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പല രാത്രികളിലായിട്ട് ഈ പുസ്തകം വായിച്ചു. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് നീണ്ട ജോലിയുള്ളതുകൊണ്ട് ഇത് വായിക്കാൻ രാത്രികാലങ്ങൾ. അപ്പം ആദ്യത്തെ കുറിപ്പ് വായിക്കുമ്പോൾ, മരണത്തെ തോൽപ്പിച്ച ഒരാളെക്കുറിച്ച് വായിക്കുമ്പോൾ പിന്നീട് ആ ദിവസം പിന്നീടൊന്നും വായിക്കാൻ പറ്റില്ല. ഈ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് മരണത്തെ സോദരി മരണമെന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ സോദരി മരണം എന്ന് ഡിയർ ഡെത്ത് എന്ന് വിളിച്ച, ഡിയർ സിസ്റ്റർ ഡെത്ത് എന്ന് വിളിച്ച ഫ്രാൻസിസ് അസീസി പോലെ പിന്നെ ഈ മരണത്തെ സഹോദരി എന്ന് വിളിച്ചത് എനിക്ക് തോന്നുന്നു ഖാലിദിക്കായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഈ നേരത്തെ പറഞ്ഞ ഈ സങ്കടങ്ങളും സങ്കടപ്പെയ്ത്തുകളും മഴവെയ്ത്ത് പോലും ഇങ്ങനെ ഓർമ്മ അനുഭവമൊക്കെ എഴുതുമ്പോൾ ഇവിടെ എവിടെയാണ് ഇതിൻ്റെ തീവ്രതയും തീക്ഷ്ണതയും എന്നൊക്കെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഇനി ഇതിൻ്റെ ശീർഷകം ആരെയും
അന്താളിപ്പിക്കുന്ന ശീർഷകമാണ്. നമ്മൾ ഒരുപാട് ശീർഷകങ്ങൾ ഈ ഇംഗ്ലീഷും മലയാളവും ക്ലബ് ചെയ്തിട്ടുണ്ടാക്കും. പക്ഷേ മലയാളവും ഹിന്ദിയും ക്ലബ് ചെയ്തിട്ട് ഞാൻ കാണുന്ന ശീർഷകങ്ങൾ ആദ്യത്തെ ശീർഷകം ഇതാണ്. അതുകൊണ്ട് തന്നെ ഒരു മഹിന്ദി എന്നൊക്കെ പറയുന്ന ഒരു ഭാഷ, നമ്മൾ മന്തി എന്നൊക്കെ പറയുന്ന പോലെ, കുഴിമന്തി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മന്തി ഭാഷ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നു എന്നുള്ള ശീർഷകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഞാൻ ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ തന്നെ എൻ്റെ ടാബിലേക്കുള്ള വാട്സപ്പിൽ ഇതിൻ്റെ കുറേ കുറിപ്പടികൾ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട്. എല്ലാം ഇവിടെ പറയാൻ നിർവാഹമില്ല. ഏതെങ്കിലും ഒരു സമയത്ത് കോളത്തിലോ ഒക്കെ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് കുറിച്ചെടുത്തതാണ്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളിപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഭാഷ ഉണ്ടാക്കുന്നത് കോളേജ് പ്രൊഫസർമാരും ലെക്ചർമാരും ഡോക്ടർമാരും ഭാഷാ വിദഗ്ധരും ഡോക്ടർമാരും ഒക്കെയാണെന്നാണ്. തീർച്ചയായിട്ടും അത് തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ മാറ്റിയാലേ ഈ പുസ്തകത്തിലേക്കുള്ള പ്രവേശ കവാടം എളുപ്പമാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഭാഷ ഉണ്ടാക്കുന്ന ആരാണ്? സാധാരണ ഓട്ടോക്കാരൻ. അതുകൊണ്ടാണ് അഞ്ചൽക്കാരനായ ഓട്ടോക്കാരനെ കുറിച്ച് പറയുമ്പോൾ അതേ ഭാഷയിലാണ് ചുള്ളിക്കാരനെ കുറിച്ചും അക്ബർ കക്കട്ടിനെ കുറിച്ചും MD കുറിച്ചും ഖാലിദ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഷ ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് ഒരുപക്ഷെ ഖാലിദ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഷാ നിർമ്മാതാവ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറാണ്. അവൻ്റെ ഓട്ടോയുടെ പിൻകഴുത്തിൽ മുതുകിൽ ചില പ്രയോഗങ്ങൾ കാണും. ഐ ആം മാരീഡ്, ഡോണ്ട് ഡിസ്റ്റർബ്, ഐ ആം ഓൾറെഡി ഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോക്കാരൻ. ഇവനെ ഞാൻ പൈസ കൊടുത്തിട്ടാണ് വേറെ ഓട്ടോ പിടിച്ചിട്ട് പിന്നാലെ പോയിട്ടാണ് ഇതിൻ്റെ ചരിത്രം മുഴുവൻ കണ്ടുപിടിച്ചത്. പിന്നെ ചില ഓട്ടോക്കാർ എഴുതുന്നതാണ്, കൊലുസ് നിൻ്റെ കാലിലാണെങ്കിൽ കിലുക്കം എൻ്റെ നെഞ്ചിലാണ്, ലവ് ഇസ് എ സ്വീറ്റ് പോയിസൺ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഓട്ടോയുടെ പിൻകഴുത്തിൽ എഴുതപ്പെട്ട ഭാഷകളാണ്. ഇതുണ്ടാക്കിയത് ഓട്ടോ ഡ്രൈവറാണ്, അല്ലാണ്ട് കോളേജ് അധ്യാപകരല്ല. ഒന്ന്. രണ്ട്, ഇതേ ഭാഷ കൊണ്ട് എങ്ങനെയാണ് ഒരാൾ മാജിക്ക് കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കം. ഇതേ ഭാഷയാണ്, പക്ഷേ ഈ ഭാഷയിലെല്ലാം ഒരു മാജിക് ഉണ്ട്. ഇത് പ്രണയത്തിൻ്റെ പുസ്തകമാണ്, സൗഹൃദത്തിൻ്റെ പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒറ്റ വാക്കിൽ ഇതിനെ സൂചിപ്പിച്ചൊക്കെ പോവാം. പക്ഷേ ഈ പ്രണയത്തിൻ്റെ ഭാഷയും സൗഹൃദത്തിൻ്റെ ഭാഷയും ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു സൗന്ദര്യ തത്വചിന്ത അനിവാര്യമാണ്. നമ്മൾ ഭയങ്കര നന്നേ പരാജയപ്പെട്ട തത്വചിന്തരാണ് മലയാളികളെന്ന് പറയുന്നത്. നമുക്ക് തത്വചിന്ത എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ കാലത്തിൽ അനുഭവം എഴുതുന്നവരെന്താണ് ചെയ്യുന്നത്? നമുക്ക് ഈ മലയാള അക്ഷരമാലയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പ്രബലപ്പെടുകയും ചെയ്തു. ആയോടൊപ്പം ഇറങ്ങിപ്പോയ അച്ഛനും അമ്മയും അമ്മിക്കല്ലും അരകല്ലും ഒക്കെയാണ്. പകരം പ്രബലപ്പെട്ടത് കായാണ്. അതുകൊണ്ട് ഈ കായുടെ ദൃഢപ്രത്യയങ്ങൾക്കാണ് ആക്കം കൂടുന്നത്. അതിൻ്റെ കായുടെ ദൃഢപ്രത്യയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാവുന്നത് എങ്ങനെയാണ്? ബ്രൗസുക, കമൻറ്റുക, റിക്വസ്റ്റുക, ലൈക്കുക, പോസ്റ്റുക, ലിങ്കുക, പേസ്റ്റുക, കക്കുക, ഇങ്ങനെ പറഞ്ഞിട്ട് കായുടെ ദൃഢപ്രത്യയങ്ങൾ ശക്തി ആർജിക്കുന്ന ഒരിടത്ത് ഒരാൾ വളരെ പച്ചയായിട്ട് വന്നിട്ട് ജീവിതത്തിൻ്റെ മരണത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ച്, ഇപ്പം ഞാൻ എവിടെയോ വായിച്ചൊരു 3 വരിയുണ്ട്. പിതാശുക്കളെ മാതാണ്ടേ ഞാനാണ്ടേ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ശുക്ലവും മാതാവിൻ്റെ അണ്ടവും ചേർന്നതാണ് ഞാൻ. അതിന് ഉപ്പ എന്ന് പറയുന്ന പ്രയോഗത്തെ ഏറ്റവും ഭംഗിയായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഉപ്പയെ ഇത്രയും വാത്സല്യപൂർവ്വം അവതരിപ്പിച്ച ഒരു കുറിപ്പ് ഞാൻ ഈ പറഞ്ഞ ഷാർജ ബുക്സ് ഫെയറിൽ ഈ ഫ്ലൈറ്റിന് ഭാരം കൂട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുന്ന അനുഭവങ്ങളിലും ഓർമ്മകളിലും നിങ്ങൾ കാണില്ല. അപ്പോൾ അത്രയും തീവ്രം. ഇപ്പോൾ എന്നെക്കാളും നന്നായിട്ട് ഷാർജ ഫെയറിലെ ഈ അതിക്രമത്തെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ച് പറയാൻ യോഗ്യനായ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, പി. കെ. അനിൽകുമാർ. അപ്പം അത്തരം ഒരിടത്തേക്കാണ് ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഭാഷയിൽ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഈ പച്ചക്കരിമ്പെ പ്രിയനെ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഒരാൾ ഈ സ്ത്രീ പുരുഷ ദ്വന്ദ്ം ഇല്ലാത്തിടത്ത് മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഖാലിദിക്ക ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും അവിടെ ഈ ദ്വന്ദ്മില്ല, ലിംഗഭേദമില്ല, അതിൻ്റെ ഡൈനാമിസം പ്രവർത്തിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി അവിടെ പ്രവർത്തിക്കുന്ന മനുഷ്യത്വമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ മനുഷ്യത്വത്തിൽ ഇയാൾക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം. പച്ചക്കരിമ്പേ, പ്രണയമേ, വാത്സല്യമേ, സ്നേഹമേ, ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കാം. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പുസ്തകം കുറച്ചുകൂടെ പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിൽ ഷാർജയിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഇത് കുറേ കൂടി പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഈ ദുർമേധസ് കലർന്ന ഓർമ്മ അനുഭവ എഴുത്തിൻ്റെ ആധിപത്യം അവസാനിക്കുകയുള്ളൂ. ഇതിലൊരു ലൈഫുണ്ട്, ഇതിനകത്തൊരു ശ്വാസമുണ്ട്.
ഈ ശ്വാസമാണ് ഒരുപക്ഷെ എന്നെ ഈ പുസ്തകത്തിലേക്ക് അടുപ്പിച്ചത്. ഇതിനകത്ത് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും ഇനിയും സിദ്ധാർത്ഥിനെ നമ്മൾ ഡോക്ടറേറ്റ് കഴിഞ്ഞ് ഇപ്പോഴാണ് കാണുന്നത്. എല്ലാ അഭിനന്ദനങ്ങളും. സിദ്ധാർത്ഥ് സംസാരിക്കാനുണ്ട്, അനിൽകുമാർ സംസാരിക്കാനുണ്ട്, ഹാലിദക്കയോട് നമുക്ക് ചില ചോദ്യങ്ങളുണ്ട് ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടൊക്കെ ഞാൻ തൽക്കാലം ഈ മുഖവുര ഇവിടെ അവസാനിപ്പിച്ചിട്ട് മൈക്ക് വരുണിന് കൈമാറുന്നു. സിദ്ധാർത്ഥ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് മാധ്യമപ്രവർത്തകനും പ്രഭാഷകനുമായിട്ടുള്ള അനിൽകുമാർ. അദ്ദേഹത്തിന് മൈക്ക് കൈമാറണം. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചോ ഖാലിദിനെക്കുറിച്ചോ പറയുന്നതിന് മുമ്പ് ഒട്ടും അതിശയോക്തിയില്ലാതെ, ഒട്ടും ആലങ്കാരികതയില്ലാതെ ഞങ്ങളുടെയൊക്കെ മാനസഗുരുവും മലയാള നിരൂപണത്തിൻ്റെ സിംഹനാദം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നീഷെ പറഞ്ഞിട്ടുണ്ട്, ആരും തോണിയിറക്കാത്ത കടലിൽ എനിക്ക് കപ്പലിറക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ നീഷയെ എപ്പോഴും ഉദ്ധരിക്കുന്ന നീഷയുടെ അനുഗാമിയായ KP അപ്പൻ സാറിൻ്റെ ഇരുണ്ട നദിയിലൂടെ ഒഴുകി വരുന്ന വാക്കിൻ്റെ വിളക്ക് പോലെ ഞെട്ടിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മലയാള ഭാവനയെ വിസ്മയിപ്പിച്ച അപ്പൻ സാറിൻ്റെ എഴുത്ത്, അതിൻ്റെ ഒരു മൗലികത എന്നെ ഞെട്ടിപ്പിച്ചത്, ഞാൻ ആദ്യമേ പറഞ്ഞ ആ വാക്ക് ഒട്ടും ആലങ്കാരികതയോ അതിശയോക്തിയോ ഇല്ലാതെ പറയട്ടെ, ഈ ആവാരാഹുമിൻ്റെ മുന്നുരെഴുതിയ സിദ്ധാർത്ഥ ശിവയുടെയാണ്. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുകയാണ്. ഒരു അതിശയോക്തിയോ ഒരു ആലങ്കാരികതയോ ഇല്ലാതെ പറഞ്ഞതാണ്. കാരണം മലയാളത്തിൽ നാളിതുവരെ എഴുതപ്പെട്ട, പിൽക്കാലത്ത് തന്നെ അപ്പസാർ പറഞ്ഞൊരു വാക്കുണ്ട്, അവതാര ലീലകൾ. സുനിൽ മാഷിന് അത് കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവതാര ലീലകളുടെ പ്രളയപ്പാച്ചിലാണ് വചനവിശുദ്ധിയുടെ ഒരു ആലിലയായി ആ മുന്നുര കണ്ടത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഒരു ഹൃദയചുംബനം ഞാൻ ആ അവതാരിക എഴുതിയ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ ശിവയ്ക്ക് നൽകുകയാണ്. രണ്ടാമതായി പറയുവാനുള്ളത്, അത്യന്തം കലുഷിതവും പ്രക്ഷുബ്ധവുമായ ഒരു കാലത്ത്, ഒരു പകലറുതിയിലാണ് ഷാർജ പുസ്തകോത്സവത്തിൻ്റെ അമരക്കാരനായ PV മോഹൻകുമാറിൻ്റെ ഭാര്യ, ഞങ്ങളുടെയൊക്കെ, ഞാൻ ശ്രുതിയുടെ ആയാൽ റസീനയുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഞങ്ങളുടെയൊക്കെ ഗീത ചേച്ചിയുടെ ഒരു നിർദ്ദേശത്തോടു കൂടി ഖാലിദിൻ്റെ ഈ പുസ്തകം അത്യന്തം പ്രക്ഷുബ്ധമായ, വളരെ കലുഷിതമായ ഒരു ദിവസത്തിലാണ് എനിക്ക് എത്തപ്പെടുന്നത്. നമ്മൾ ഈ മോബിഡിക് എന്ന് പറഞ്ഞ തിമിംഗല വേട്ടയുടെ കഥ പറഞ്ഞ നോവലിലെ നായക കഥാപാത്രമായ അഹാബ് മനസ്സ് അശാന്തമാകുമ്പോൾ കടലിൽ പോയി മുങ്ങിക്കുളിക്കും. അങ്ങനെ കടലിൽ മുങ്ങിക്കുളിക്കുന്നതോടെ ഈ അഹാബിൻ്റെ അശാന്തികളെല്ലാം പെയ്തൊഴിയും. അതേപോലെ ഈ പുസ്തകം വായിച്ചപ്പോൾ അശാന്തികളും ആകുലതകളും എല്ലാം എന്നിൽ നിന്ന് പെയ്തൊഴിഞ്ഞു. ഈ താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനത്തിലാണ് മരണത്തെ, അതിൻ്റെ ആഴത്തിൽ, മരണത്തിൻ്റെ മൃത്യുദേവത, പിങ്കളകേശിനിയായ മരണദേവതയുടെ സൗന്ദര്യം മരണത്തെ ഒരു ഹൃദയാനുഭവമാക്കിയത്. എം ഡിയുടെ സിനിമകളിലൊക്കെ MD മരണത്തിലേക്ക് 44-ാം വയസ്സിൽ കടന്നുപോയപ്പോൾ തിരിച്ചു വന്ന മരണത്തിൻ്റെ ഗഹുരങ്ങളെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നാളിതുവരെയുള്ള എൻ്റെ എളിയ വായനാനുഭവത്തിൽ മരണത്തെ ഇത്ര ആത്മാവിനെ ചുംബിക്കുന്ന സാരസ്വതങ്ങളാക്കി മാറ്റിയ ഒരു എഴുത്താവരി മാത്രമാണ് ഞാനിവിടെ ആവർത്തിക്കുന്നത്. എൻ്റെ ശരീരം പഞ്ഞിക്കെട്ടുപോലെ ഭാരമില്ലാത്തതായി, ചുറ്റും പ്രകാശത്താൽ വലയം ചെയ്ത ഒരു തുരങ്കത്തിലൂടെ ശക്തമായ ഒരു വെളിച്ചത്തിലേക്ക് ഞാൻ പറന്നു പോകുന്നു. തുരങ്കം അവസാനിക്കുന്നിടത്ത് മനോഹരമായ ഒരു സ്ഥലം, ചുറ്റും കാറ്റാടി മരങ്ങൾ, എവിടെ നിന്നോ ഒരു കുഞ്ഞു കാറ്റ് എന്നെ തഴുകി കടന്നു പോകുന്നു. ആനന്ദാതിരേകത്താൽ പരവശനായി ഞാൻ ആരുടെയോ വരവും കാത്ത് ഇരിക്കുന്നു. മരണത്തിനെ ഇതിനപ്പുറം എങ്ങനെ ഹൃദയസ്വാഗതം ചെയ്യാനാണ് ആ മനുഷ്യൻ? മറ്റൊന്ന്, ഖാലിദിസത്തിന് നിങ്ങൾ ഈ ആവാരാഹും പുസ്തകത്തിലേക്ക് പോകണ്ട. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് സർജാനോ എന്നാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ആ പുസ്തകത്തിൽ നോക്കിയതാണ്. അനുകമ്പ, സർഗാത്മകത, വിശ്വാസ്യത എന്നൊക്കെയാണ്. മകളുടെ പേര്
ഇറാദ എന്നാണ്, സൂഫികളുടെ ഹൃദയത്തിലെ അഗ്നി. ഞാൻ ആ റാബിയ ബസ്രിയയുടെ, ആ ഇറാഖിലെ സൂഫി വരിയയുടെ വിഖ്യാതമായ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലയോ പടച്ചോനെ, ദൈവമേ, ഞാൻ നിന്നെ പ്രാർത്ഥിക്കുന്നത്, മറ്റു ചിലർ നിന്നെ പ്രാർത്ഥിക്കുന്നത് സ്വർഗീയ സുഖങ്ങളോടുള്ള അഭിനിവേശം കൊണ്ടും നരകാഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ്. എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. ഞാൻ നിന്നെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് സ്വർഗീയ സുഖങ്ങളൊന്നും വേണ്ട, നരകാഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടുമെന്നുള്ള ഭയവും എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് നിൻ്റെ പ്രണയം വേണം, നിന്നിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകണം എന്ന് പറഞ്ഞ ആ സൂഫിസത്തിൻ്റെയൊക്കെ ഒരൊറ്റ മരത്തണൽ ഈ പുസ്തകം അനുഭവിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പുസ്തകം ഒരു രാഷ്ട്രീയ പുസ്തകം കൂടിയാണ്. മാധുവേടത്തി എന്ന് പറഞ്ഞ മലയാളത്തിലെ മികച്ച കഥകളുടെ അഗ്രഗാമിയായി നിൽക്കാൻ കഴിയുന്ന കഥകൾ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പുസ്തകം കൂടിയാണ് എന്ന് പറയാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഇതിനകത്ത് കണാരൻ്റെ ജാതി എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട്. പണ്ട് ഈ തിരുവിതാംകൂറിൽ വൈദ്യശാസ്ത്ര പഠന രംഗത്ത് ഔന്നത്യമാർന്ന ബിരുദം നേടിയ ഡോക്ടർ പൽപ്പു നമ്മുടെ ശ്രീമൂലം പ്രജാസഭയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ജോലി തരണം, ഞാനിങ്ങനെ മൈസൂരിലെ ഈ സർവകലാശാലയിൽ നിന്ന് മെഡിസിനിൽ ഉന്നതമായ റാങ്ക് നേടിയ ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന യാഥാസ്ഥിതിക മേധാവിത്വം പറഞ്ഞ്, നീ പോയി പൊക്കമുള്ള ഒരു തെങ്ങിൽ പോയി ചെത്താനാണ് ഈ ഡോക്ടർ പൽപ്പുവിനോട് പറയുന്നത്. അതേപോലെ കണാരേട്ടൻ്റെ ജാതി എന്ന് പറഞ്ഞ് ഗ്രാമ്യ നിഷ്കളങ്കതയിൽ നിന്നൊരു ഏടെടുത്തിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജാതീയമായി സംഘടിതമായി മുഖ്യമന്ത്രിയുടെ കുലം പറഞ്ഞ് ആക്ഷേപിച്ചതിനെതിരെയുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ പ്രതിരോധം, എല്ലാറ്റിലും ഉപരിയായി സംഗീതം പൊഴിക്കുന്ന വാക്കുകൾ, ദാർശനിക ഗരിമയുള്ള നിരീക്ഷണങ്ങൾ കൊണ്ട് സങ്കലനമായ സമ്യക്കായ ഈ പുസ്തകം നാളിതുവരെയുള്ള മലയാള ഭാവനകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. അവസാനമായി ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. മഞ്ഞ് നോവലിൻ്റെ ആഭിമുഖ്യത്തിൽ MD ആർച്ചിനാൾഡ് മക്കിൾഷിനെ ഉദ്ധരിച്ചുകൊണ്ടൊരു വാക്യം പറയുന്നുണ്ട്. ഉറങ്ങുന്ന മരക്കൊമ്പിൽ നിന്ന് തെറിച്ചു പോകുന്ന പറവക്കൂട്ടം പോലെ കവിയുടെ വാക്കുകൾ കാലത്തിലേക്ക് വീണുപോയിരിക്കുന്നു, കാലത്തിന് എക്കാലവും സൂക്ഷിക്കാൻ വേണ്ടി. ഖാലിദിക്ക, നിങ്ങളുടെ വാക്കുകൾ കാലഹൃദയത്തിലേക്ക് വീണുപോയിരിക്കുന്നു, കാലത്തിന് എക്കാലവും സൂക്ഷിക്കാൻ വേണ്ടി. നന്ദി, നമസ്കാരം. അടുത്തതായി ഡോക്ടർ സിദ്ധാർത്ഥ് ശിവയെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇത്രയും നല്ല ഒരു അവതാരിക എഴുതിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ഇതിൽ അവതാരികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം, അത് ഒന്ന് വായിക്കാം. നേരത്തെ MT സാറിനോടും ബാലേന്ദ്രൻ ചുള്ളിക്കാടും അക്ബർ എക്കയോടും മുരളിയേട്ടനോടും തോന്നുന്ന അതേ സമീപനം തന്നെയാണ് ഖാലിദിക്കയ്ക്ക് മാധവേടത്തിയോടും കണാരേട്ടനോടും ഇറാനിയൻ സുന്ദരിയോടും സുമയോടും തോന്നുന്നത്. പ്രണയത്തിൻ്റെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം ഖാലിദ് ജീവിതത്തോടൊപ്പം ചേർത്തു പിടിക്കുന്നു എന്നാണ് അവതാരികയിൽ എഴുതിയത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം. ആണെങ്കിലും അവരുമായി എല്ലാം കൃത്യമായ ഒരു സൗഹൃദത്തിൻ്റെ ഒരു പുതിയ എന്താ പറയുക ഒരു 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 പച്ചപ്പ് അദ്ദേഹം നമുക്ക് വേണ്ടി തുറന്നിടുന്നുണ്ട് ഈ പുസ്തകത്തിനകത്തും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇതിനെപ്പറ്റി എനിക്ക് ടോട്ടലി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ റംലയെ പറ്റി പറയുന്ന അതേ ഫീല് തന്നെ നമുക്ക് അദ്ദേഹം ആ സുന്ദരിയെ പറ്റി, രണ്ടും വളരെ വ്യത്യസ്തമായ വികാരങ്ങളാണെങ്കിൽ പോലും അതേ ഫീല് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ അദ്ദേഹത്തോട് രഹസ്യമായിട്ട് ചോദിക്കാതിരുന്നിട്ടുണ്ട്, എവിടെയാണ് താങ്കൾ പോയ തുർക്കിയിലെ ഇറാനിലെ ആ സ്ഥലം എന്ന് ചോദിക്കാൻ പോലും. കാര്യം അത്രമാത്രം വിശദമായിട്ടും അത്രമാത്രം അനുഭവവേദ്യമായിട്ടുമാണ് അദ്ദേഹം എഴുതുന്നത്. വളരെ കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ അതെ ഡീറ്റെയിലിങ് അദ്ദേഹം ഇപ്പോൾ ചില എഴുത്തുകളിലൊക്കെ നമുക്ക് ചിന്തകൾക്ക് ഒരുപാട് കൂടുതൽ പ്രാമുഖ്യം വരും. ഇതിൽ ചിന്തയില്ല എന്നല്ല, ചിന്തയേക്കാൾ കൂടുതൽ ചിന്തയെപ്പോലും നമുക്ക് കാട്ടിത്തരുന്ന ഒരിതുണ്ട്. നമ്മളൊരു കാഴ്ചയുടെ ഒരു വലിയ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോൾ നമുക്കതെല്ലാം ഓരോ ചെറിയ ചെറിയ സിനിമകളുണ്ട്. ഞങ്ങൾ ആ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതണം, നമുക്ക് എഴുതിയ കാര്യങ്ങൾ നമുക്കത് പറ്റുകയാണെങ്കിൽ നമുക്കത് സിനിമയാക്കി മാറ്റണം എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചയുടെ വലിയൊരു
ഒരു സാധ്യത അദ്ദേഹത്തിൻ്റെ എഴുത്തിലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നൊന്ന് ഈ നമ്മൾ പറയാം നീട്ടി പറയുന്നതും കുറുക്കി പറയുന്നതും ഒക്കെ ഓരോ സമ്പ്രദായങ്ങളാണെങ്കിൽ പോലും ഈ നീട്ടി പറയുന്നതിന് ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ഒരു കാതൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമ്മൾ എന്തെഴുതിയാലും ഏത് സൗഹൃദമുണ്ടെങ്കിലും എത്ര എന്താ പറയുന്നത് ഭാഷ കൊണ്ട് കളിച്ചാൽ പോലും ആ കാതൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അതിൻ്റെ പൂർണ്ണതയിലെത്തില്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്കുകളിലെല്ലാം ഒരു കാതലുണ്ട്, കൃത്യമായ രാഷ്ട്രീയം അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഖാലിദിൻ്റെ എഴുത്തുകളുടെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. നേരത്തെ അനിൽകുമാർ സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒന്ന് കൂട്ടിച്ചേർക്കണം. ഈ ഷാർജയിൽ ഈ പുസ്തകം ആഘോഷിക്കപ്പെട്ടു. നമുക്ക് മലയാളത്തിലും കേരളത്തിലും ഈ പുസ്തകം ആഘോഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പുസ്തകത്തെക്കുറിച്ച് പലപ്പോഴും നല്ല വാക്ക് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, പലർക്കും ബുദ്ധിമുട്ടാണ്. അത് പറയേണ്ടത് എഴുത്തുകാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്നുമല്ല, പണ്ട് മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപ്രസംഗ നമ്മുടെ ഏറ്റവും പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപ്രസംഗം ചെയ്ത സാംബശിവൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗമുണ്ട്, എപ്പോഴാണ് സ്വർഗം? നിങ്ങളൊന്ന് ചത്ത് കിട്ടട്ടെ എന്നാണ് എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്നത്. നിങ്ങളൊന്ന് ചത്ത് കിട്ടിയാൽ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ പടിവാതിൽക്കൽ തുറക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് എഴുത്തുകാരനെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആയിരിക്കരുത് ആഘോഷിക്കപ്പെടേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആഘോഷിക്കപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അടുത്ത റൗണ്ടിൽ നമുക്ക് സുനിൽ സിയോട് തന്നെ ആ കാര്യത്തിന് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഞാനൊരു സംഭവം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു നടന്ന സംഭവമാണ്. ഒരു ആലപ്പുഴയിലൊരു ലൈബ്രറി ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് കവിതാ മത്സരം നടത്തുകയാണ്. അപ്പം ഈ കൂട്ടത്തിലുള്ള കമ്മിറ്റിയിലിരുന്ന് ഏതോ ഒരുത്തന് ഇത്തിരി ബോധോദയം ഉണ്ടായി. അവൻ പറഞ്ഞു, ഈ കഥയും കവിതയൊക്കെ മത്സരം നടത്തുന്നതല്ല, പക്ഷേ ആരെങ്കിലും ഒരാളുടെ പേരിൽ വേണം ആ 1000 ആയിരുന്നാലും 2000 രൂപ ആയിരുന്നാലും കൊടുക്കാൻ. അങ്ങനെ ഓരോരുത്തർ ഓരോ പേരുകൾ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാകൃത്തിൻ്റെ പേര് KS സെബാസ്റ്റ്യൻ സ്മാരക കഥാ അവാർഡ് എന്ന് പറഞ്ഞിട്ട് മനോരമയുടെ അന്ന് ആലപ്പുഴ ലേഖകന് ഒരു ലെറ്റർ ഹെഡിൽ വാർത്തയില്ലാണ്. ഈ ലെറ്റർ ഹെഡ് വായിക്കുന്ന ഇയാൾക്ക് സംശയം തോന്നി. ഇയാൾ ലാൻഡ് ലൈൻ ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ട് KS സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഭാര്യയാണ് ഫോൺ അങ്ങേ തലക്കിൽ പിക്ക് ചെയ്യുന്നത്. ഭാര്യ ചോദിക്കും, ആരാ എന്താണെന്ന് ചോദിക്കും. അപ്പം അവർ പറയും, ഇല്ല സെബാസ്റ്റ്യൻ സാറുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. അല്ല, എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഒന്നും പറയാനില്ല, ഉണ്ടോയെന്നറിയാൻ വിളിച്ചതാണ്. ഇതൊരു വലിയ ദുരന്തമാണ്. ഞാൻ പറയുന്നത്, ഈ മലയാളത്തിൽ ഈ പുസ്തകം പ്രചരിപ്പിക്കപ്പെടണമെന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണം, ഏറ്റവും പ്രധാനമായി ഞാൻ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ, ആദ്യത്തെ ചാപ്റ്ററൊക്കെ വായിക്കുന്നവർ വിചാരിക്കും ഖാലിദ് ഏതാണ്ട് മരണപ്പെട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഭാര്യ എങ്ങാണ്ട് എഴുതിയതാണിതെന്ന്. വേണമെങ്കിൽ ഖാലിദ് പേരിൽ നാളെ ഓർമ്മ അനുഭവ പുസ്തകത്തിനൊക്കെ അവാർഡ് ഏർപ്പെടുത്തിയേക്കും. അത്രയേ ഉള്ളൂ ഒരുപക്ഷെ മലയാളിയുടെ ഈ മനുഷ്യകാലത്തിൽ അല്ലെങ്കിൽ മനുഷ്യശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഓർക്കേണ്ടതാണ്, കേരളത്തിൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരെ വെറുതെ ഒരു കാനേഷുമാരി എടുത്തു നോക്കുക. ഈ കാനേഷുമാരിൽ ഒരിടത്തും ഒരുപക്ഷെ മൗനമായിരിക്കുന്ന ഒരാളുടെ പേരും രേഖപ്പെടുത്തില്ല. ഞാൻ ഈ വയനാട് ഫെസ്റ്റിവലിൽ ചെന്നപ്പോൾ കണ്ണുകളിൽ അന്താളിച്ച് നിന്ന് പല കാരണങ്ങളാണ്. അതിനകത്തൊരു കാരണം, മനോജ് ജാദവേദരെ പോലൊരു കഥാകൃത്തിനെ അവിടെ വിളിക്കുന്നു, ശ്രീജിത്ത് പെരുന്തേജിനെ പോലൊരു പത്രപ്രവർത്തകൻ, ഒരു ലേഖകൻ, ഒരു എഴുത്തുകാരനെ അവിടെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ജീവിച്ചിരിക്കുന്നുവെന്ന് ആരെങ്കിലും അടയാളപ്പെടുത്തുന്നില്ലെങ്കിൽ നാളെ ഇവരുടെ പേരിൽ അവാർഡ് കൊടുക്കുന്ന സംസ്കാരമാണ് ഒരുപക്ഷെ പുതിയ ഹൈ ഫ്ലെക്സിബിൾസ് കാലത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ആഘോഷിക്കപ്പെടാതെ പോകുന്നത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ആഘോഷിച്ച ആരെയാണ്? ആകെ ചിദംബരം സ്മരണയും 70കളുടെ പുസ്തകവും മാത്രമാണ്. 70കളുടെ പുസ്തകത്തിൻ്റെ കവർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പകുതി പട്ടി അടിച്ച ഒരു സ്ലിപ്പർ, തേഞ്ഞ സ്ലിപ്പറിൻ്റെ പടമാണ് 70കളുടെ പുസ്തകത്തിൻ്റെ കവർ ചിത്രത്തിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പഴമയോട് വല്ലാത്ത ഒരു ആഭിമുഖ്യമാണ്. എന്നാൽ നമ്മൾ ലാൻഡ് ലൈൻ ഫോൺ ചുമലിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുമില്ല, മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പഴമ പാരമ്പര്യം എന്നൊക്കെ പറയുന്നതിനോട് വലിയ ആഭിമുഖ്യമാണ്.
ഈ ഓർമ്മ പഴകിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഈ പുസ്തകം ബാക്കി വയ്ക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇത് വായിക്കുമ്പോൾ മുഴുവൻ ഇപ്പം നമുക്കറിയാം ഏറ്റവും പുതിയ കാലത്തെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഏറ്റവും പുതിയ കാലത്തിൽ കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുന്നത്. എഫ്ബിയിൽ കവിത എഴുതുന്നു, ഈ കവിത വൈറലാകുന്നു, എന്നിട്ട് ഒരു കൂട്ടുകാരൻ വിളിക്കുന്നു, അവളെ കാണാൻ കോഫി ബാറിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഇരിക്കുന്നു, ടേബിളിൻ്റെ അടിയിൽ കൂടെ അവളുടെ തുടയിൽ പിടിക്കുന്നു എന്ന് പറയുക. ഏറ്റവും പുതിയ കാലത്തെയും പഴയ കാലത്തെ ഒരാൾ എങ്ങനെയാണ് ഓർമ്മകളിലൂടെ കൂട്ടിമുട്ടിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. അപ്പം അത്രയും തീവ്രവും തീക്ഷ്ണവുമായൊരു പുസ്തകം ഒരു കടൽ കടന്ന് അപ്പുറം പോകുമ്പോൾ സ്വീകൃതമാവുകയും കടൽ കടന്ന് ഇപ്പുറം വരുമ്പോൾ സ്വീകൃതമാക്കാതിരിക്കുകയും ചെയ്യുന്നത് മലയാളിയുടെ ഈ ദാരിദ്ര്യം കൊണ്ടാണ്. ഒരാളെ ഉൾക്കൊള്ളാനുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്കറിയാം ഇനഫ് ആൻഡ് മോർ ഒരുപാട് കണ്ടൻറ്റ് ഉള്ളടക്കങ്ങളുണ്ട്. ഇപ്പം ഈ പല ഫെസ്റ്റിവലുകളിലൊക്കെ പോകുന്നവർ ശരിക്കും പറഞ്ഞാൽ ഉള്ളടക്കം ഇല്ലാത്ത മനുഷ്യരാണ്. ഈ ഉള്ളടക്കം ഇല്ലാത്തവൻ ഒരിക്കലും അവൻ ഉള്ളടക്കം ഇല്ലാത്തവനായിട്ട് ജീവിക്കാനും മരിക്കാനുമാണ് ഇഷ്ടപ്പെടുന്നത്. ഉള്ളടക്കം ഉള്ളവൻ ഇങ്ങനെ വലിയ ഒച്ചയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ അവൻ്റെ ഒച്ച കേൾക്കുന്നത് ചിലപ്പോൾ മരണാനന്തരമായിരിക്കും. ഈ ഒരു ദുരന്തം തീർച്ചയായിട്ടും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ സിനിമയിലാണേലും ചിത്രകലയിലാണേലും സംഗീതത്തിലാണ്. ഇപ്പം രാജാ രവിവർമ്മ പുരസ്കാരം ബി ഡി ദത്തൻ സാറിന് കിട്ടിയപ്പോൾ ഏറ്റവും മുഖ്യധാരാ പത്രം വെറുതെ ഇരുന്ന ദത്തൻ സാറിനെ പോയി കോളിട്ടിളക്കി വലിയൊരു സുദീർഘ അഭിമുഖം എടുത്ത് അത് ഇന്ന് വരെ ആ പത്രം അടിച്ചിട്ടില്ല. ആ അഭിമുഖം പിന്നീട് ഞാൻ യോഗനാഥിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരാളെ അംഗീകരിക്കേണ്ട സമയത്തോ സ്വീകരിക്കേണ്ട സമയത്തോ മലയാളി സ്വീകരിക്കാതിരിക്കുക. ഈ മലയാളി എല്ലാ കാര്യത്തിലും അല്പത്വം ഉണ്ടെന്ന് നമ്മൾ ഈ സാക്ഷരത എന്നൊക്കെ പറയുന്നത് സംഗതി തീർച്ചയായിട്ടും വെറുതെ കാപട്യം വ്യാജമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കലാകാരങ്ങളിലും വ്യാജം പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്നവരാണ്. അപ്പം ഈ വ്യാജം തുടരുന്നതിൻ്റെ ഏറ്റവും അങ്ങേറ്റം അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മോശം വർഗ്ഗം എഴുത്തുകാരാണെന്ന്. അതിനേക്കാൾ നല്ല വർഗ്ഗം തീർച്ചയായിട്ടും ചിത്രകാരന്മാർ ചിത്രകാരികളും ഒക്കെയാണ്. ഏറ്റവും മോശം വർഗ്ഗം എഴുത്തുകാരാണ്. അതുകൊണ്ട് ഹാലിദ് ഈ പുസ്തകം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചില എഴുത്തുകാർ മുമ്പിൽ പോകരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഹാലിദ് ഈ തുറന്ന മനസ്സും തുറന്ന ഹൃദയവും ഈ സൗഹൃദവും ഒക്കെ തീർച്ചയായിട്ടും ഒരു പക്ഷേ സ്വീകൃതമാക്കിയിരിക്കും. അപ്പോഴും മറു സൈഡിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് കെണികളാണ് എന്ന് അറിയുന്നത് നല്ലതാണ്. കാരണം ഒരാൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതൊക്കെ ഒരു സെക്കൻഡറിയാണ് ഒരാളെ സംബന്ധിച്ച്. ഇയാൾ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്നുള്ളത് സെക്കൻഡറിയാണ്. അപ്പം എഴുതുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരാൾ അയാളുടെ രക്തം കൊണ്ട് മുക്കി എഴുതിയാലും സ്വീകൃതമാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഹാലിദക്കയുടെ ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ ഈ അക്ഷരങ്ങൾ വായിച്ചാൽ മാത്രമേ ഒരാൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ പറയും ഇപ്പം പഴയ കാലത്ത് ജാതി ഉണ്ടായിരുന്നു, ഇന്നും ജാതി പുതിയ ഫോമിൽ പുതിയ രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പം കെട്ടിപ്പിടിക്കും, മാറി നിന്ന് ഒരുപക്ഷെ ഈ ജാതിയുടെ വലിയ ആണികൾ അടിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പം ആ മാതിരി ഒരു കൾച്ചറിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പുതിയ കാലത്തിലെ മനുഷ്യൻ ഒരുപക്ഷെ മരണാനന്തരം പോലും സ്വീകരിക്കപ്പെടണമെന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കെ ജയകുമാർ സാറായിട്ടൊരു വലിയ ആശങ്ക പങ്കുവച്ചായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഈ കഴിഞ്ഞ ONV മരിച്ചതിന് ശേഷം പല മാസികകളിലും ആനുകാലികങ്ങളിലൊക്കെ ഈ കവിതയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ONVയെക്കുറിച്ച് ഒരു വരിയോ ഒരു സ്റ്റാമ്പ് സൈസ് പടം പോലുമോ ഒരു ലേഖനങ്ങളും നിങ്ങൾ കാണില്ല. അത്രയേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ചിലർ മരണപ്പെട്ടതായി കരുതുന്നു, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ 3 or 4 തവണ മരിച്ചതായി കരുതപ്പെടുന്നു. അത്തരം ഒരു കൾച്ചർ തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിലുണ്ട്, അല്ലെങ്കിൽ മലയാള ഭാഷാ സ്നേഹികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പുസ്തകം കേരളത്തിൽ സ്വീകൃതമാകാൻ വൈകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എഴുത്തുകാരനോട് തന്നെ ചോദിക്കണം. കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ വന്ന കാര്യങ്ങൾ അതിന് ഖാലിദ് മറുപടി പറഞ്ഞുകൊണ്ട് അടുത്ത സെഷനിലേക്ക് പോകാം. ഇപ്പം വന്ന സംഭവങ്ങൾ, ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ, ഇതുവരെ സംസാരിച്ചതിൽ നമുക്കൊന്ന് ഇടപെടാം. സംസാരിച്ച കാര്യങ്ങൾ എന്താ ഞാൻ പറയണ്ട, ഞാൻ മഹാനാണെന്ന് അവർക്ക് മനസ്സിലായിന്ന. അതായത് പിന്നെ ഇതൊക്കെ ഒരു വല്ലാത്തൊരു സുഹൃതമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സിദ്ധാർത്ഥ പറഞ്ഞതുപോലെ സൗഹൃദമാണ് പുസ്തകത്തേക്കാണപ്പുറം ഇവിടെ കൊണ്ടെത്തിക്കുന്നതെന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഞാൻ പിന്നെ ഈ പുസ്തകം എഴുതാൻ തന്നെ കാരണം നേരത്തെ പറഞ്ഞ പോലെ
ത്തെ മുഖാമുഖം കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം എന്ന് തന്നെ പറയാം, ഡോക്ടർ അങ്ങനെ വിധി പറഞ്ഞതാണ്. അതിനുശേഷമാണ് 91-ലാണ് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്. അപ്പോൾ എനിക്ക് ബോധ്യമായി ഞാനില്ലെന്ന്. സത്യത്തിന് ഞാൻ മരിച്ചു പോയിട്ടുണ്ട്. അതുവരെയുള്ള ഞാനില്ല. അഹമെന്ന് പറയുന്നില്ലാതാകുകയും എല്ലാത്തിനോടും പ്രണയം തോന്നുകയും, അതുകൊണ്ട് തന്നെ പിന്നെ പഴയ ഓർമ്മകളിലേക്ക് തന്നെ ഞാൻ പോകുന്ന, ആ ഓർമ്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരുപാട് സാധനമുണ്ട്. ഞാൻ ഉണ്ടായത് തന്നെ അച്ഛനും അമ്മയിലൂടെ മാത്രമല്ല, എന്നെ രൂപപ്പെടുത്തിയെടുത്തതിൽ വയറ്റാട്ടിയുണ്ട്, നേഴ്സുണ്ട്, അങ്ങനെ എല്ലാവരും ചേർന്നതാണ്. ഞാൻ മണത്ത പൂവ് പോലും ഞാനാണ്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ ഉണ്ടാവുന്നൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ എഴുത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയതല്ല, ഇവരൊക്കെ തന്നെ, കണാരേട്ടൻ എഴുതിയിട്ടുണ്ട്, മാധവടത്തി എഴുതിയിട്ടുണ്ട്, എല്ലാവരും കൂടി എഴുതിയ ഒരു പുസ്തകമാണിത്. അപ്പോൾ അതെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതും, അങ്ങനെ ഈ പുസ്തകത്തെ സത്യത്തിൽ ഈ പുസ്തകം എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഇവിടെ, സഹന, അവളാണ് നിർബന്ധിച്ച് പുസ്തകമാക്കി ഇറക്കണമെന്ന്. അപ്പോഴും എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് സിദ്ധാർത്ഥ് ഇങ്ങനെ പറയും, കാലത്തൊക്കെ നല്ല എഴുത്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണെന്നൊക്കെ പറയുമ്പം ഞാനിങ്ങനെ ചൂളിപ്പോവും. ഞാൻ പലപ്പോഴും പറയണ്ട, അങ്ങനെ പറയല്ല ഡിയർ, അങ്ങനെ പറയല്ല എന്നൊക്കെ. പക്ഷേ ഇവരൊക്കെ തന്നെയാണ് ഈ പുസ്തകം ഇറക്കാൻ കാരണക്കാരായത്, ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇറക്കിയപ്പം എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ള സാധനം, പിന്നെ ഇദ്ദേഹം സിദ്ധാർത്ഥ് വീണ്ടും എനിക്ക് അവതാരിക എഴുതിയപ്പോഴൊക്കെ തന്നെയാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. അപ്പോഴും ഇനിയിപ്പോഴും അത്ഭുതമാണ്. നല്ല എഴുത്തെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, ഇതുപോലെ ഇങ്ങനെയൊക്കെ പറയും. നിയമസഭയ്ക്കകത്തായതുകൊണ്ട് സഭാരേഖയിൽ നിന്ന് കളയുമെന്നറിയില്ല. ഖാലിദിക്ക നമ്മളെപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ആദ്യം പരിചയപ്പെടുന്ന ഒരാളെ തന്നെ മുത്തേ എന്നൊക്കെ വിളിച്ചു കളിയും. സ്നേഹം പ്രണയത്തിൻ്റെ ഒക്കെ കൂടെ മുത്തേ എന്നൊക്കെ വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുക. അപ്പോൾ എന്നെ ആദ്യം വിളിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു, ഇത് കുറേ ആളുകൾ ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ടുണ്ട്, മുത്തേ, പൊന്നെ, ചക്കരെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്, അക്കൂട്ടത്തിൽ പെട്ടതാണോ എന്ന് സംശയത്തോടെ മാറി നിന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം അത് മൂപ്പരെ കൂടെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം അതിന് ശേഷമാണ് മനസ്സിലായത്, പറയുന്നത് തന്നെയാണ് ചെയ്യുന്നത്, ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത് എന്നുള്ള മനസ്സിലായത്. അത് തന്നെയാണ് ഖാലിദിസം എന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഏതായാലും പുസ്തകത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കട്ടെ. തീർച്ചയായും തീർച്ചയായും ഒരു കാര്യം ഇതിനകത്തൊന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വർഷം ഒരു ചെറിയ ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് നമ്മുടെ തിരുവല്ലത്തുള്ള സെൻസർ ഓഫീസിലാണ് ഇരിക്കുന്നത്. അപ്പം എനിക്കത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതോടെ ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫ്രീ കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ അവിടുത്തെ ആ സെൻസർ ഓഫീസിലെ ആൾ കുറച്ചൊരു എന്താ പറയുന്ന ഒരു ബോൾഡായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതേ കാര്യം ഒരുപാട് പേരങ്ങനെ ഈ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഇവിടെ പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഹരിശ്രീ അശോകൻ പറയുന്നുണ്ട്, മറ്റേ ദീപാവലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പടക്കക്കാർക്ക് ചാകരയാണെന്ന് പറഞ്ഞ പോലെ ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസറുകാർക്ക് ചാകരയാണ്. കാര്യം ഈ ആ വർഷം സെൻസർ ചെയ്യേണ്ട എല്ലാ പടങ്ങളും വരുന്നത്, അപ്പോൾ ഭയങ്കര റഷായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ കുറച്ച് ഹാർഷായിട്ടും കുറച്ചൊരു ഇൻഡിഫറൻ്റ് ആയിട്ടുമൊക്കെ ആയിരിക്കും പെരുമാറുന്നതൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു, പോയി വാങ്ങിക്കണം എൻ്റെ ഓൺ ബിഹാഫ് ഓഫ് മീ എന്ന് പറഞ്ഞു വിട്ടു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞാൽ അതങ്ങനെ പറ്റില്ല, ഞാൻ മറ്റേ ഇതിൻ്റെ ആൾ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് ഇതായി. അപ്പോൾ ആദ്യം ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിന് ഈ സെൻസർ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഖാലിദിൻ്റെ സുഹൃത്താന്ന് പറയണ്ടേ, 5 മിനിറ്റ് മുമ്പ് കണ്ടതേ ഉള്ളൂ. ആ മനുഷ്യൻ എൻ്റെ മുത്തിൻ്റെ, എൻ്റെ ചങ്കിൻ്റെ സുഹൃത്താണ്, എൻ്റെ പൊന്നിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞു. ഭയങ്കര കാര്യമായിട്ട് വന്നിട്ട് നേരത്തെ എനിക്ക് വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾ അയാളുടെ കൊടുത്തോളൂ, ഖാലിദിനെ ഏൽപ്പിച്ചോളൂ എന്ന് വാട്സപ്പിൽ എനിക്കൊരു ഇത് വിട്ടാൽ മാത്രം മതി, വേറെ ഒരു രേഖ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പുസ്തകമൊക്കെ കൊടുത്ത് ഇപ്പോൾ അവളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് തോന്നുന്നു മൂപ്പരുമായിട്ട്. അല്ല, ഇതാണ് ചില സംഗതികൾ നമ്മളിങ്ങനെ വളരെ ഇൻഫോർമലായിട്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് കിടക്കുന്ന രൂപത്തിൽ സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് നമ്മുടെ കോഴിക്കോടുള്ള പ്രൊഫസർ ശോഭീന്ദ്രൻ മാഷ ചിലപ്പം ആളുകൾക്കറിയാം, മരിച്ചുപോയി അദ്ദേഹം ഇങ്ങനെയാണ്, ഈ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം, ചില സർക്കാർ ഓഫീസിലൊക്കെ പോകുമ്പം എന്തോടൊപ്പം പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ കയറും. ഇപ്പം ഖാലിദിക്ക കയറിയ പോലെ തന്നെ.
അപ്പം പക്ഷേ നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്നത് മരിച്ചതിന് ശേഷമല്ല ആഘോഷിക്കപ്പെടേണ്ടത്. ഈ ആഘോഷത്തെക്കുറിച്ച് തന്നെയാണ് എനിക്ക് അനിലേട്ടനോട് ചോദിക്കാനുള്ളത്. അല്ല, ആ കാര്യം മാത്രം പറയാം. സുനിൽ സി മാഷിനെ പൂരിപ്പിച്ചുകൊണ്ട് സോമൻ കടലൂരിൻ്റെ ഒരു കവിതയുണ്ട്. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീ എത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകുവാൻ. തീർച്ചയായിട്ടും ഈ പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ചരിത്രമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുതിയ അക്ഷരങ്ങൾക്ക് അന്വർത്ഥമായിട്ടുള്ള ഒരു പൂരണം അത് വായനക്കാരുടെ മനസ്സിൽ നടക്കണം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഞാൻ വീണ്ടും എൻ്റെ ഗുരുനാഥനായ അപ്പൻ സാർ എപ്പോഴും ഉദ്ധരിക്കുന്ന സ്റ്റീവൻ സ്പ്ലെൻഡറുടെ ഒരു വാചകമുണ്ട്. ആദ്യത്തെ വാചകം നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാത്തിൻ്റെയും വിധികർത്താക്കൾ കാലമാണ്. അപ്പോൾ അപ്പൻ സാറ് പറയും സ്റ്റീഫൻ സ്പ്ലെൻഡറെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് കാലത്തിൻ്റെ ഉദാരമായ രക്ഷയിൽ വിശ്വസിക്കാം. അതെ, നമുക്ക് കാലത്തിൻ്റെ ഉദാരമായ രക്ഷയിൽ വിശ്വസിക്കാം. താങ്ക് യു, നന്ദി. ഈ പുസ്തകത്തിൻ്റെ ഇപ്പം ഈ പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ പുസ്തകമാണ് എന്ന് പറഞ്ഞു. പുസ്തകം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലേക്ക് വന്ന ചില കാര്യങ്ങൾ ഉണ്ട്. ഈ പറയുന്ന മാധവീടത്തി ആയാലും കണാരേട്ടനായാലും പിന്നെ ഗ്രാമീണ ജീവിതത്തിനെ കുറിച്ചുള്ള ചില സംഗതികളായാലൊക്കെ ഉണ്ട്. സുനിൽ സി ഈ പുസ്തകത്തിന് എങ്ങനെയാണ് വായിച്ചത്? നമ്മളൊരു സാധാരണ ഇതിൽ ഈ ഗൃഹാതുരത്വം അടയാളപ്പെടുത്തുമ്പോൾ അതിനകത്ത് പലപ്പോഴും ഈ നാട്ടുമണ പെരുപ്പങ്ങളൊന്നും കാണില്ല. ഇപ്പം കാരണം ഇതെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഈ ഏത് മാംസപ്പോരാണെന്ന് തോന്നുന്നു, പി ശ്രീകുമാറിൻ്റെ ഒരു നോവലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഈ സ്ഥല നിർവചനങ്ങളൊക്കെ ഉണ്ട്, നോർത്ത് ഈസ്റ്റിൻ്റെ ഭംഗിയൊക്കെ വിവരിക്കുന്നത്. അപ്പോൾ ഈ നോവൽ വായിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ അറിവൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? കാരണം ഞാൻ എൻ്റെ ഞാനൊരു പുരോഹിതനാണ്. സെമിനാരി ജീവിത കാലഘട്ടത്തിൽ ഒരു വർഷക്കാലം ഈ നോർത്ത് ഈസ്റ്റിൽ അലഞ്ഞിരിഞ്ഞതാണ്. നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ. അന്ന് അരുണാചലിൽ നിന്ന് ഇപ്പോഴത്തെ റോഡൊന്നും ഇല്ല. അന്ന് വലിയ മലയൊക്കെ ചവിട്ടിയിട്ടാണ് നമ്മൾ അപ്പുറത്ത് ചൈന ബോർഡറിലൊക്കെ പോകുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറേ വർഷം മുമ്പ്, 2003, 2004. അപ്പോൾ ഈ പി ശ്രീകുമാരൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ടേബിളിൽ പലതരം ഗ്ലോബുകൾ ഇങ്ങനെ മേടിച്ച് വെച്ച്, ഓരോ സംസ്ഥാനത്തിൻ്റെയും ഗ്ലോബുകളുണ്ട്, പിന്നെ ഇന്ത്യയുടെ മൊത്തത്തിലൊരു ഗ്ലോബുണ്ട്. ഇതിങ്ങനെ ഉരുട്ടിയാണ് ഇതിനകത്ത് ഈ ഭൂരേഖശാസ്ത്രം മൊത്തവും ഈ പി ശ്രീകുമാർ മാംസപ്പോലിനുള്ളിൽ കടത്തി വെച്ചത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ അരുണാചലിൻ്റെ ദിക്കേത്, കിഴക്കേത്, പടിഞ്ഞാറേതെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ആകെ അവതാളത്തിലാവും, അങ്കലാപ്പിപ്പെടും. അങ്ങനൊരു അവസ്ഥയിലാണ്. മാംസപ്പോൽ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഇപ്പം ഈ തമാശയ്ക്ക് പറയുന്നെങ്കിലും എന്തോരം ചതിയാണ് ഒരു പക്ഷേ ഒരു എഴുത്തുകാരൻ വായനക്കാരനോട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഗ്രാമം, ഈ നേരത്തെ സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ നിങ്ങളൊരു സിനിമാറ്റിക് വ്യൂവിൽ ഈ ഗ്രാമം കാണുകയാണ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോലും എപ്പോഴൊക്കെയോ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന ഒരു സ്ഥലം പോലെ നിങ്ങളിത് അനുഭവിക്കുകയാണ്. ഞാൻ ആ രീതിയിലാണ് ഇതിലെ ഓരോ സ്ഥലത്ത്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ബോധത്തിൽ കൊളുത്തിയത് ഓട്ടോക്കാരൻ്റെ ചിലത് എന്തുകൊണ്ടാണ് ഇയാൾ ഈ സ്പാർക്ക് ഉണ്ടാക്കിയിട്ട് പോകുന്നത്. ഇയാൾ സ്പാർക്ക് ഉണ്ടാക്കി ഞാൻ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ഗ്രാമങ്ങളിൽ പോയിട്ടോ, ഞാനിപ്പം ആയഞ്ചേരി മാർക്കറ്റിൽ പോയിട്ട് ഓട്ടോ വിളിച്ചാലും എൻ്റെ കൂടെ ഈ അഞ്ചൽക്കാരനുണ്ടാകും. കാരണം ഞാൻ പോകുന്നത് ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ്, ഒരു ഗ്രാമത്തെ ചുമന്നിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനെപ്പോഴും ഒരു ഗ്രാമത്തെ ഇങ്ങനെ പല മടക്കായി ചുരുട്ടി പോക്കറ്റിലിട്ടിട്ടാണ് ഞാൻ മറ്റൊരു നഗരം ഭേദിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് എല്ലാ ഗ്രാമങ്ങളും നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളും നഗരവൽക്കരിക്കപ്പെടുന്നു. ഇലക്ട്രിക് ബസ്സുകൾ വരുന്നു, ഇലക്ട്രിക് കാറുകൾ വരുന്നു, ടാക്സ് വരുന്നു, പെട്രോള് ഡീസൽ വാഹനങ്ങൾക്കുള്ള ടാക്സ് വരുന്നു എന്ന് പറയുന്ന പോലെ ആ രീതിയിലൊക്കെ മാറുന്ന ഗ്രാമങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ച ഗ്രാമങ്ങൾ ഈ പുസ്തകത്തിലൂടെ എന്നിലേക്ക് തിരികെ വരികയാണ്. ഞാൻ ജീവിച്ച ഗ്രാമം, ഞാൻ സഞ്ചരിച്ച ഗ്രാമം, ഞാൻ പള്ളിക്കൂടത്തിൽ പോയ ഗ്രാമം, അങ്ങനെ ഞാൻ ആശുപത്രിയിൽ പോയ ഗ്രാമം, അതെല്ലാം ഈ ഓർമ്മകളിലൂടെ തിരികെ വരുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു ടാഗുണ്ട്, ഓർമ്മകളും കഥകളും എന്ന്. അതാണ് ആകെ എന്നെ കൺഫ്യൂഷനാക്കിയത്. ഇതിലെവിടെയാണ് കഥയുള്ളത്, ഇതിലെവിടെയാണ് ഈ ഓർമ്മകളും അനുഭവങ്ങളും ഉള്ളത്? ആകെ എന്നെ
അസ്വസ്ഥപ്പെടുത്തിയത് ഈ കഥ. ഇതിലെവിടെയാണ് കഥ വരുന്നത്? കാരണം ആദ്യ ചാപ്റ്റർ വായിക്കുമ്പോൾ നമ്മൾ കരയുന്നു, പിന്നിട്ട ചാപ്റ്ററുകൾ വായിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു, വീണ്ടും ഇങ്ങോട്ട് മോളുടെയും ഭാര്യയുടെയും കഥ പറയുമ്പോൾ വീണ്ടും നമ്മൾ അതുവരെ അനുഭവിക്കാത്ത ഒരുവരും ദുഃഖത്തിൻ്റെ പെർവേർഷനിലേക്ക് കടക്കുന്നു, സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക് പോകുന്നു. അങ്ങനെ പലതരം വ്യവസ്ഥകളിലൂടെ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് കുറിപ്പുകൾ ഒരുപക്ഷെ ഇതിലുണ്ട്. അപ്പം ഇതിലെവിടെയാണ് കഥ, ഫിക്ഷണൽ ഐറ്റം എവിടെയാണ് കിടക്കുന്നതെന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് തീർച്ചയായിട്ടും ഈ വേദിയിൽ ഉത്തരം ഹാലിദിക്ക തന്നെ പറയണം. എന്തിനാണ് ഈ കഥകൾ എന്ന് പറയുന്ന ടാഗ് ലൈൻ ഇവിടെ വെച്ചത്? അനുഭവങ്ങളും ഓർമ്മകളും എന്ന് പറയുന്നതല്ലായിരുന്നോ കൂടുതൽ ഉചിതം? അനുഭവങ്ങളും ഓർമ്മകൾക്ക് പകരം കഥകളെന്ന് വയ്ക്കുമ്പോൾ ഞാനൊരിക്കലും ഒരു ഫിക്ഷണൽ ഔട്ട്ലൈനിലല്ല ഇത് വായിച്ചിരിക്കും. കാരണം ഞാൻ അനുഭവിച്ച ഗ്രാമങ്ങൾ എന്നോടൊപ്പം ഇതിലൂടെയാണ് പിന്നീട് മടങ്ങി വരുന്നത്. അപ്പം ആ രീതിയിൽ എനിക്കുള്ളൊരു ചോദ്യമായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇവിടെ സമയം കിട്ടും ചോദ്യം ചോദിക്കാനെന്ന്. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കാം, എന്തിനു വേണ്ടിയാണ് കഥ എന്നൊരു ടാഗ് ലൈൻ ഇവിടെ വെച്ചത്? ആവാരാഹു ഓർമ്മകളും കഥകളും എന്നാണ്. സ്വാഭാവികമായിട്ട് അതിന് ഉത്തരം ഖാലിദിക്ക തന്നെ പറയണം. നമുക്ക് സമയം 3 മിനിറ്റ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഫാദർ പറഞ്ഞ പോലെ, സുനിൽജി പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പലതും ഓർമ്മകൾ മാത്രമല്ല. ഞാൻ ഏതോ ഇപ്പം മാധവടത്തി എന്നൊക്കെ പറയുന്നതിന് മാധവടത്തിയുടെ കഥ എന്ന് പറയുന്നത് മാധവടത്തി അങ്ങനെ ഒരു മാധവടത്തി ഇല്ല. മാധവടത്തികളും ഉണ്ട്, ഒരുപാട് മാധവടത്തിമാരുണ്ട്. അപ്പം ഞാനത് എഴുതുകയാണ് ചെയ്യുന്നത്. അതുപോലെ പരൽമീനുകൾ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ അടുത്തുള്ള പുഴയിൽ ഇങ്ങനെ കാല് വെച്ചപ്പോൾ കുറേ പരൽമീനുകൾ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്, ഇതൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ വന്നതാണത്. അപ്പോൾ അത് എവിടെ പെടുത്തണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ വിചാരിക്കുന്നത് അതൊരു പക്ഷേ കഥ ആയിരിക്കുമെന്ന്. അപ്പോൾ സുനിൽജീനെ പോലത്തെ ആളുകളാണ് അതിൽ പിന്നെ പറയേണ്ടത് ഇതെന്താണെന്നുള്ളത്. ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, അതാണ് അതിൽ ഓർമ്മകളും കഥകളും എന്ന് പറയുന്നത് ഞാൻ ചെയ്തതാണ്. അത് വേണമെങ്കിൽ നമുക്ക് തിരുത്താം എന്നല്ലാതെ എനിക്ക് അറിഞ്ഞൂടത്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ കഥയുടെ ഘടന എന്താണ്, കഥ എങ്ങനെയാണ് പറയേണ്ടത്, ഓർമ്മക്കുറിപ്പുകളുടെ ഘടന എന്താണ്, ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. എൻ്റെ മനസ്സിലുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ എഴുതി എന്നുള്ളതാണ്. അതെ, അച്ചടിച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരൻ്റെ പണി കഴിഞ്ഞു എന്നാണല്ലോ എല്ലാ അർത്ഥത്തിലും. അപ്പം നമുക്കിനി സിദ്ധാർത്ഥിലേക്ക് തന്നെ വരാം. അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഒരു മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. നമുക്ക് സമയം ഒരു മിനിറ്റ് കൂടെ. ഓക്കെ, ഓക്കെ. നമ്മളിതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പം എൻ്റെ ആഗ്രഹം സത്യത്തിൽ ഞാൻ ഈ പുസ്തകം വായിച്ചത് മുതൽ അല്ലെങ്കിൽ ഇതിൻ്റെ എഴുതുന്ന സമയത്ത് തന്നെ പല അധ്യായങ്ങളായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വായിച്ച അഭിപ്രായമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇതേത് ഗണത്തിൽപ്പെടുത്തും എന്നുള്ളത് തന്നെയായിരുന്നു പ്രശ്നം. കള്ളികളിൽ പെടുത്താത്ത ഒന്നും നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ച് ഈ അവാർഡ് കാലത്ത് കള്ളികളിൽ പെടുത്താത്ത ഒന്നും നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇത് കള്ളികളില്ലെങ്കിലും നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിലൂടെ ഇത് കൂടുതൽ കാലം നിലനിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. ഷാർജ പുസ്തകോത്സവത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ പുസ്തകം മലയാളത്തിലും വിറ്റഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ഇത് ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കും. അങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞ വാക്കുകൾ മനുഷ്യർ തന്നെ മറ്റ് ആളുകളോട് സംസാരിക്കും. ഇത് മനുഷ്യരിലൂടെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ പുസ്തക ചർച്ച ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സമയത്തിൻ്റെ ഒരു സമയം തീരെയാണ്. എന്തായാലും ഇങ്ങനൊരു പുസ്തകോത്സവത്തിൽ നമ്മുടെ പുസ്തക ചർച്ചയ്ക്ക് ഒരു വേദിയൊരുക്കി തന്ന കേരള നിയമസഭ അധികാരികളോടും സ്വാഗത സംഘത്തിനോടും എല്ലാമുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന മുഴുവൻ മനുഷ്യരോടും കാലിദിസം, ഒരാൾ ചോദിച്ചത് എന്താണ് കാലിദിസം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും എല്ലാ മനുഷ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.